ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ഫോക്കസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ മൈൻഡ് മാപ്പാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മൈൻഡ് ഏതൊരു സബ്ജക്റ്റിനും നമ്മൾ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സബ്ജക്റ്റിന് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ അത് കറക്റ്റ് നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് അതിൽ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളുടെ മെമ്മറിയിലേക്ക് വരാൻ ഈ മൈൻഡ് മാപ്പ് നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് 1. യൂണിറ്റ് 1 നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൈക്കോളജി, മൈൻഡ്, ഒരു ഹ്യൂമൻ്റെ മൈൻഡ്, ബിഹേവിയർ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സ് കൂടുതലായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയുന്നതിന്, അവരുടെ മൈൻഡ്, ബിഹേവിയർ, അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ കുട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നും, എന്താണ് സൈക്കോളജി, പിന്നെ നമ്മളുടെ ഹ്യൂമൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഡയമെൻഷൻസ്, പിന്നെ ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്സ്, ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നത്. ആദ്യം നമ്മളതിൽ പഠിക്കേണ്ടത് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന്, അതായത് മീനിങ്ങും ഡെഫിനിഷനുമാണ് നമ്മൾ ആദ്യം അതിൽ നോക്കുന്നത്. സെക്കൻഡ് അതിൽ പഠിക്കാനുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്നും, അതായത് അതിൻ്റെ മീനിങ് എന്താണെന്നും ഡെഫിനിഷൻ എന്നും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട നെക്സ്റ്റ് ഒരു കാര്യമാണ് അതിലെ സിഗ്നിഫിക്കൻസും സ്കോപ്പും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. നമുക്ക് സിഗ്നിഫിക്കൻസ് ആയിട്ട് 16 പോയിൻറ്റ്സ്, സ്കോപ്പായിട്ട് 11 പോയിൻറ്റ്സാണ് പഠിക്കുന്നത്. ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമാണ് വെച്ചെങ്കിൽ നമ്മളതിൻ്റെ നോട്ട് കറക്റ്റ് ഉണ്ടാക്കി തരാം, നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾക്ക് നോട്ട് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ, അപ്പോൾ നമ്മൾ എന്തായാലും നോട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് അതിൽ പഠിക്കാനുള്ളത് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. 5 ഡയമെൻഷൻസ് വരുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് എന്താണ് ഗ്രോത്ത് എന്നും എന്താണ് ഡെവലപ്മെൻ്റ് എന്നും എന്നൊരു ഐഡിയ നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ടാണ് ആ ഡയമെൻഷൻസ് പഠിക്കുന്നത്. 5 ഡയമെൻഷൻസ് ആണ് അതിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്സ് ആണ്. ഇത് 3 ഫേസസ് ആണുള്ളത്: ഇൻഫാൻസി, ചൈൽഡ്ഹുഡ് സ്റ്റേജ്, അഡോളസെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് നമുക്ക് നോട്ട് കിട്ടുകയാണെങ്കിൽ, നോട്ട് നോക്കി നിങ്ങളായിട്ട് ഉണ്ടാക്കി പഠിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത്. ഇനി നോട്ട് വേണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെ അത് മാത്രമല്ല, ഈ 4 ടോപ്പിക്കുകളാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഈ 4 എണ്ണത്തിൽ അല്ലാതെ എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരില്ല, ഉറപ്പാണ്. കാരണം അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ത് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യപ്രകാരം എന്താണ്, ഇനിയിപ്പോൾ നോട്ട് വേണമെങ്കിൽ നോട്ട് ഞാൻ തരാം സെപ്പറേറ്റ്. അല്ലാതെ ഓരോ യൂണിറ്റ് വേണം, നിങ്ങൾക്ക് വേണം, ക്ലാസ് വേണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, നമ്മൾ അതിനനുസരിച്ച് എടുത്ത് തരാം കേട്ടോ. ഓക്കെ, ബൈ.